ഉണ്ട്. അപ്പൊ ഇന്ന് നമ്മുടെ മെയിൻ പ്രശ്നം ബയാൻ പാർക്കും അതുപോലെ നമ്മൾ കൗൺസിൽ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക്, അതായത് ഒരു കൗൺസിലറുടെ അവകാശം എന്നുള്ള രീതിയിൽ നമ്മുടെ മുനിസിപ്പൽ ആക്ട്, അതായത് നമ്മുടെ ഭരണഘടന പോലെ തന്നെയുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് മുനിസിപ്പൽ ആക്ട്. ഈ മുനിസിപ്പൽ ആക്ട് പ്രകാരമാണ് ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ചലിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് ഒരു ഇഞ്ച് പോലും മാറാൻ ഒരാൾക്കും പറ്റില്ല. ആ ഒരു ആക്ട് പ്രകാരം നമ്മൾ മുൻകൂർ നോട്ടീസ് നൽകി 7 ദിവസം മുമ്പ് നോട്ടീസ് നൽകി നമ്മൾ ചോദിച്ച ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ ഫ്ലെക്സ് ബോർഡിൽ നമ്മൾ കൊടുത്തേക്കുന്നത്. ഇതായത് നമ്മൾ പല മാസങ്ങളിലായി 2-3 മാസം വരെ ആയ ചോദ്യങ്ങളുണ്ട്. ഈ ചോദ്യങ്ങൾ നമ്മൾ നിയമപരമായി ചോദിച്ച് കൗൺസിലിലേക്ക് വരേണ്ട ചോദ്യങ്ങളാണ്. അപ്പൊ ഇതുവരെയായിട്ടും ഇതിനകത്ത് ഒരു മറുപടിയും കൗൺസിൽ എടുക്കാത്തത് സംബന്ധിച്ച് നമ്മൾ കഴിഞ്ഞ കൗൺസിലിൽ ചെയർമാനോട് ഞാൻ ചോദിച്ചപ്പോൾ ചെയർമാൻ പറഞ്ഞത് ഈ ചോദ്യങ്ങളൊന്നും ഒറ്റ വാക്കിൽ ഉത്തരം നൽകാവുന്ന ചോദ്യങ്ങൾ മാത്രമേ പറയുള്ളൂ. അങ്ങനെ ഒരു സംഭവം അതിനകത്ത് എവിടെയും പറയുന്നില്ല. ഒറ്റ വാക്കിൽ ഉത്തരം പറയാവുന്ന ചോദ്യങ്ങൾ മാത്രമേ ഉള്ളൂ. അത് പിന്നെ അത് കഴിഞ്ഞപ്പോൾ പറയുകയാണ് അതിലും ആവശ്യമായ മറുപടി എന്താണെന്ന് വെച്ചാൽ 26 പേരും ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? 26 പേരും ചെയർമാന് ഈ ആക്ടിനെ കുറിച്ച് അറിയാൻ പാടില്ലാത്തത് കൊണ്ടാണെന്ന് ഞാൻ പറയും. കാരണം 25 വർഷവും 30 വർഷവും ഭരിച്ചിട്ട് കാര്യമില്ല. ഈ എഴുതി വെച്ചിരിക്കുന്ന സാധനങ്ങൾ വായിക്കാനുള്ള ഒരു ആർജവവും കൂടി ചെയർമാൻ കാണിക്കണം. 26 കൗൺസിലർമാർ ചോദ്യം ചോദിച്ചാൽ ആ 26 കൗൺസിലർമാരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനുള്ള ബാധ്യത ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട ചെയർമാൻ മിസ്റ്റർ എം.ഒ. ജോണിന് ഉണ്ട് എന്നുള്ള കാര്യം ഞാൻ ഈ സമയത്ത് ഓർമ്മിപ്പിക്കുകയാണ്. ഈ ചോദ്യങ്ങള് നമ്മളിപ്പോ ഇവിടെ ഇന്ന് ഈ മുനിസിപ്പാലിറ്റിയുടെ ഫ്രണ്ടിൽ വെക്കുകയാണ്. എന്തിനാണ് നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചോദ്യങ്ങൾ ബാലിശമാണ്, അതായത് മറുപടി പറയേണ്ടാത്ത ചോദ്യങ്ങളാണ് എന്ന് ജനങ്ങൾ തീരുമാനിക്കട്ടെ എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഇന്ന് ഇത് ഫ്ലെക്സ് അടിച്ചുകൊണ്ട് മുനിസിപ്പാലിറ്റിയുടെ മുന്നിൽ വെച്ചുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഒരു വ്യത്യസ്തമായ സമരമാർഗത്തിലേക്ക് നീങ്ങുന്നത്. ജനങ്ങൾ അറിയട്ടെ. കാര്യം നിങ്ങൾക്ക് ഇതിനകത്ത് വായിച്ചു നോക്കി അറിയാൻ പറ്റും. 10 വർഷം മുമ്പ് മാർക്കറ്റ് പൊളിച്ച് മാർക്കറ്റ് പണിയുന്നതിന് വേണ്ടി മാർക്കറ്റിലെ കടക്കാരുടെ കയ്യിൽ നിന്ന് മേടിച്ച അഡ്വാൻസ് ആയ 80 ലക്ഷം രൂപ, അതായത് അത് മറ്റൊരാവശ്യത്തിന് ഉപയോഗിക്കാൻ പാടില്ലാത്ത പൈസയാണ്. ആ 80 ലക്ഷം രൂപ എവിടെ പോയി എന്നുള്ളതാണ് ഒരു ക്വസ്റ്റ്യൻ. പിന്നെ ശതാബ്ദി കഴിഞ്ഞിപ്പോൾ ഇത്രയും നാളായി, ഇതുവരെയും അതിനെ കുറിച്ച് ഒരു അറിവും ആലുവ മുനിസിപ്പാലിറ്റിയിലെ കൗൺസിലർമാർക്കോ ഇല്ല. അതിനെക്കുറിച്ചുള്ള ചോദ്യം, ബയോബില്ലിനെ കുറിച്ചുള്ള ചോദ്യം, അങ്ങനെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ചോദിച്ചത്. ഇതിന് മറുപടി പറയാത്തത്, മറുപടി പറഞ്ഞാൽ ഇതെല്ലാം ഒരു രേഖയായി മാറുമെന്നുള്ള ഭയമാണ്. അതായത് ഇതിനകത്ത് നടത്തിയേക്കുന്ന അഴിമതിയെല്ലാം പുറത്തേക്ക് വരുമെന്നുള്ള ഭയം കൊണ്ടാണ് ചെയർമാൻ ഇതിന് മറുപടി പറയാത്തത്. പിന്നെ നമ്മുടെ പേയാൻ പാർക്ക് വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ ഇത് ആദ്യം കരാർ കൊടുക്കുന്ന സമയത്ത് നാഷണൽ ഹൈവേയിൽ നിന്ന് അനുമതി മേടിച്ചിട്ടുണ്ട് എന്നാണ് ചെയർമാൻ കൗൺസിലിനെ ധരിപ്പിച്ചത്. കൗൺസിലിനെ മാത്രമല്ല ഇവിടെയുള്ള എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് അങ്ങനെ തന്നെയാണ്. അത് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മൾ ഉൾപ്പെടെയുള്ളവരും അങ്ങനെ തന്നെ അനുമതി മേടിച്ചാണ് ഇതിന്റെ മറ്റുള്ള പ്രവർത്തനങ്ങളിലേക്ക് നീങ്ങിയേക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇപ്പൊ നമ്മൾ മനസ്സിലാക്കുന്നത് എങ്ങനെ ഒരു അനുമതി ഒന്നും മേടിക്കാണ്ട് ചെയർമാൻ സ്വന്തം ഇഷ്ടപ്രകാരം തീരുമാനിച്ചത്. കാര്യം ഇതുമായി ബന്ധപ്പെട്ട് കൗൺസിലിൽ യാതൊരു കുറിപ്പോ സംഭവങ്ങളോ ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ അതിനകത്ത് നിന്ന് പ്രതികരിക്കാത്തത്. നമ്മളിതിനകത്ത് പ്രതികരിച്ചു തുടങ്ങിയത് എന്താണെന്ന് വെച്ചാൽ ഇത് ചെയ്യുന്ന സമയത്ത് ഈ ബയാൻ പാർക്ക് എടുക്കുന്നവർ അതിന്റെ അടിയിൽ സൗന്ദര്യവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തണം എന്നുള്ളതായിരുന്നു അതിനകത്ത് ആദ്യത്തെ ക്ലോസ്. അതായത് അവിടെ സൗന്ദര്യവൽക്കരിച്ച് അവിടെ മാലിന്യങ്ങളില്ലാണ്ട് ചെയ്യണം, പാർക്കിംഗ് മാത്രം, അതായത് ചെറുവണ്ടികൾക്കുള്ള പാർക്കിംഗ്, അതായത് കാറ്, ഓട്ടോ, സ്കൂട്ടർ അങ്ങനെയുള്ള പാർക്കിംഗ് മാത്രമാണ് അവിടെ ഉദ്ദേശിച്ചിരുന്നത്. ഇത് നടക്കാണ്ടായ സമയത്താണ് നമ്മൾ ഇതിനെതിരെ പരാതിയുമായി ആദ്യം പോകുന്നതും കാര്യങ്ങൾ നീക്കുന്നതും. ആ സമയത്ത് ഇപ്പൊ 3 പ്രാവശ്യം കൊടുത്തു, അതായത് 3 പ്രാവശ്യം എടുത്തത് ഒരാൾ തന്നെയാണ്. പക്ഷേ ഇതിനകത്ത് നമുക്ക് അയാൾക്കെതിരെ നടപടി സ്വീകരിക്കാൻ പറ്റാണ്ടിരുന്ന ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ എടുത്തത് 3 ആളുടെ പേരിലാണ്. അതായത് അടുത്ത ഒരു പ്രാവശ്യം എടുക്കുന്ന ആളുടെ പേരിലായിരിക്കില്ല അടുത്ത പ്രാവശ്യം എടുക്കുന്നത്. ഇയാൾക്കെതിരെ ഇതുവരെ ഈ ഒരു സൗന്ദര്യവൽക്കരണ പ്രവർത്തനം ഇതുവരെയും കരാറെടുത്ത ഒരാൾക്കെതിരെയും ഒരു നടപടിയും മുനിസിപ്പാലിറ്റി സ്വീകരിച്ചിട്ടില്ല. അങ്ങനെ നമ്മൾ ഇത് അന്വേഷിച്ച് മുന്നോട്ട് പോയ സമയത്താണ് വിവരാവകാശം വഴിയാണ് നമുക്ക് ഇതിനെ ബന്ധപ്പെട്ട രേഖകൾ നാഷണൽ ഹൈവേയിൽ നിന്നും ആലുവ മുനിസിപ്പാലിറ്റിയിൽ നിന്നും ഉൾപ്പെടെ ലഭിക്കുന്നത്. ഇതിന് നാഷണൽ ഹൈവേയുടെ അനുമതിയില്ല എന്നുള്ളത്. അതുമായി ബന്ധപ്പെട്ടാണ് നമ്മളിപ്പോൾ നോട്ടീസും മുനിസിപ്പാലിറ്റിയിൽ പലതവണ പരാതി നൽകിയിട്ടും ഒരു പ്രയോജനവും ഇല്ലാണ്ട ഭാഗമായിട്ടാണ് മുനിസിപ്പൽ പ്രസിഡന്റുമായ കൂടിയായ പത്മകുമാർ നാഷണൽ ഹൈവേക്ക് പരാതി നൽകുകയും അതിന്റെ ഭാഗമായി ഇപ്പോൾ അവര് 2 പ്രാവശ്യം നോട്ടീസ് നൽകിയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയേക്കുന്ന രേഖ. ഇതിനു മുമ്പ് നോട്ടീസ് കഴിഞ്ഞ നവംബർ മാസത്തിൽ നോട്ടീസ് നൽകിയിട്ട് കഴിഞ്ഞ ദിവസം ഇവിടുന്ന് സെക്രട്ടറി അറിയിച്ചത് അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ നവംബർ മാസത്തിൽ നോട്ടീസ് ഇവിടെ ഉണ്ടായ സ്ഥിതിക്ക് ഈ വർഷം എന്തുകൊണ്ട് വീണ്ടും ഇതിന് കരാർ കൊടുത്തു എന്നുള്ളത് വളരെ വലിയൊരു നിയമപ്രശ്നവും കൗൺസിലിനെ തെറ്റിദ്ധരിപ്പിക്കലും കൗൺസിലിന്റെ അവകാശങ്ങൾ ലംഘിക്കുന്നതാണ്. ഇങ്ങനെ ഇത്രയും വളരെയധികം പ്രശ്നങ്ങൾ നടന്ന സ്ഥിതിക്ക് ഇതിനെതിരെ ശക്തമായ നടപടി, ചെയർമാനെതിരെയും ശക്തമായ നടപടി സ്വീകരിക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് നമ്മൾ ഇന്നിവിടെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്.
ഇപ്പൊ ചെയർമാൻ നമ്മുടെ അടുത്ത് ഇന്നിപ്പോ ഇവിടുന്ന് പോകുന്നതിന് തൊട്ട് മുമ്പ് ചോദിച്ചത് നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ എന്നാണ് ചെയർമാന്റെ ചോദ്യം. നമുക്ക് വേറെ അപ്പൊ നമ്മുടെ മറുപടി തന്നെയാണ്, നമുക്ക് വേറെ പണിയൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് നമ്മൾ നടക്കുന്നത്. നമ്മൾ ജനങ്ങൾക്ക് വേണ്ടി നമുക്ക് വേറെ പണിയൊന്നും ഇല്ലെങ്കിൽ പണി ഉണ്ടായാലും നമ്മൾ ജനങ്ങൾക്ക് വേണ്ടി ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം, ചെയർമാന്റെ അഴിമതിക്കെതിരെ ശക്തമായ പ്രതിഷേധവും ഉണ്ടാകുമെന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്.